ഹായ് ഗൈസ്. ഇപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ഓൺ വോയിസ് വീഡിയോ ഒന്നും ഇടുന്നില്ല. അങ്ങനെ തിരക്കായിരുന്നു വെച്ചാൽ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. മടി മടി ആയതുകൊണ്ടാണ് ഇടാഞ്ഞത്. അപ്പം ഇന്ന് യാതൊരു പ്ലാനും ഇല്ലാണ്ടാണ് വീഡിയോ ഇടുന്നത് കേട്ടോ. അതായത് ഞാൻ ജസ്റ്റ് എൻ്റെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് ആക്സസറീസ് ഒക്കെ ഉണ്ട്, കുറച്ച് ജ്വല്ലറി ഐറ്റംസ് ഒക്കെ ഉണ്ട്. മെയിനായിട്ട് കുറേ ചെയിൻ, ഇയറിങ്സ്, പിന്നെ റിങ്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ക്ലീൻ ആക്കി വെക്കുമ്പം എനിക്കങ്ങനെ തോന്നി എന്നൊരു വീഡിയോ ചെയ്താലോ. അപ്പോൾ അങ്ങനെ ഒരു പ്ലാനും ഇല്ലാണ്ട് എടുത്ത വീഡിയോ ആണ്. അപ്പം എന്തായാലും വീഡിയോ ഒക്കെ എടുക്കില്ലെന്ന് വെച്ചിട്ട് ഐ ഹാവ് പുട്ട് സം ലിപ്സ്റ്റിക്, പിന്നെ ഒന്ന് കണ്ണെഴുതി, അത്രയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഇന്ന് ഇതൊക്കെ ഓർഗനൈസ് ചെയ്യാനുള്ളൊരു മോട്ടീവ് എന്താണെന്ന് വെച്ചാൽ ഐ ഗോട്ട് സംതിങ് ഗുഡ്. ഇതെന്താണെന്നറിയോ? ദിസ് ഇസ് മൈ നെയിം ആൻഡ് ദിസ് ഇസ് മൈ ബർത്ത് ഫ്ലവർ. അപ്പോൾ ഇതൊരു കിടിലൻ ബോക്സ് ആട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നോക്കുവാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ ലൈറ്റൊക്കെ ഇടാൻ പറ്റും. വാം ലൈറ്റ്, പിന്നെ 3 ടൈപ്പ് ലൈറ്റൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ കുറേ സാധനങ്ങൾ കേട്ടോ. ഇവിടെ നമുക്ക് കുറേ സാധനം വയ്ക്കാം, പിന്നെ ഇവിടെ കുറേ സാധനം വയ്ക്കാം, പിന്നെ ഇവിടെ നമുക്ക് കുറേ സാധനം വയ്ക്കാം. കഴിഞ്ഞില്ല ഗൈസ്, ഇവിടെ നമുക്ക് കുറേ സാധനം വയ്ക്കാം. അപ്പം ഇത്രയും നല്ലൊരു ബോക്സ് ഇത് ഞാൻ എവിടെ നിന്നാണ് വാങ്ങിച്ചത് എന്ന് ഉള്ളത് ഞാൻ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും നല്ലൊരു ബോക്സിലപ്പോൾ എൻ്റെ എല്ലാ ആക്സസറീസും എനിക്ക് ഒറ്റ സ്ഥലത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നി. ഇതുവരെ എങ്ങനെയായിരുന്നെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഡെയിലി ഇടുന്നതൊക്കെ ഇതിനകത്താണ് ഊരി വെക്കാറ്. പിന്നെ എനിക്ക് ഇതെനിക്ക് തോന്നുന്നു ഒരു ഇതെല്ലാവരുടെ കയ്യിലും കോമൺ ആണിത്. സോ ഇതിനകത്തും കുറച്ചൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ഇതിനകത്തും കുറച്ച് ഇയറിങ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഐഡിയ ഞാൻ കോപ്പി അടിച്ചിട്ടൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനത്തെ ഒരു ബോക്സ് വാങ്ങിച്ചിട്ട് ഇതിനകത്ത് സ്റ്റോർ ചെയ്യുന്നത് കണ്ടപ്പോൾ അത് ഇൻസ്പയർഡായിട്ട് ഞാനും വാങ്ങിച്ചു. അപ്പോൾ അത് കുറച്ചും കൂടെ എനിക്ക് യൂസ്ഫുൾ ആയിരുന്നു. പക്ഷെ അതിൽ എൻ്റെ എല്ലാ സാധനങ്ങളും കൊള്ളുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഫൈനലി എൻ്റെ സ്വന്തം പേരിലൊരു പെട്ടി. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് കുറേ ആക്സസറീസ് ഉണ്ട്, പല സ്ഥലത്തു നിന്നും വാങ്ങിച്ചത്, ഓൺലൈനായിട്ടും അല്ലാണ്ട് നമ്മളിപ്പോൾ ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് കണ്ടിട്ട് ഇഷ്ടമായിട്ട് വാങ്ങിച്ചത്, അങ്ങനെ കുറേ സാധനമുണ്ട്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ എന്നും ഒരേ സാധനം തന്നെയാണ് എവിടെ പോകുമ്പോഴും, ഏത് ഡ്രസ്സിൻ്റെ എപ്പോഴും ഒരേ സാധനം തന്നെ ഇടുക. കാരണം ഞാൻ പോകുന്നു, അതിടുന്നു, ഇടുന്നു, ഒരു സ്ഥലത്ത് പോകുന്നു, തിരിച്ചു വരുന്നു, അതവിടെ ഒരു വെക്കുന്നു, നെക്സ്റ്റ് ഡേ ഓൾസോ ഞാൻ അതാണ് കാണുന്നത്. ബാക്കിയെല്ലാം പല പല ഭാഗത്താണ്. അപ്പോൾ മടിയായിട്ടും പിന്നെ സമയമില്ല, അല്ലെങ്കിൽ അത്ര പ്ലാൻഡ് ആയിട്ടൊന്നും ആക്സസറീസ് പെയർ ചെയ്യാറില്ല. അപ്പോൾ ഞാൻ ഓർത്തു എല്ലാം കൂടെ ഒരു സ്ഥലത്തൊരു പെട്ടിയിൽ ഇരിക്കുകയാണെങ്കിൽ ഇടാൻ എളുപ്പമായിരിക്കില്ലേ. അപ്പം ഇങ്ങനെ പല സ്ഥലത്തും പലതും കിടക്കുന്നതുകൊണ്ട് ചിലപ്പം എന്താ പറയുക, തപ്പിയാൽ കാണില്ല, അങ്ങനെ കുറേ പ്രശ്നമുണ്ട്. പിന്നെ കുറേ എണ്ണത്തിൻ്റെ പെയർ മിസ്സിങ് ആണ്. ഇയറിങ്സ് ഒക്കെ ആണെങ്കിൽ കുറേ പെയർ മിസ്സിങ് ആണ്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഇന്ന് എനിക്ക് കുറച്ച് സമയം കിട്ടി, ഞാൻ ഓർത്ത് ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാമെന്ന്. അപ്പം ഇത് നിങ്ങളെ ഒന്ന് കാണിച്ചു തന്നിട്ട് അറേഞ്ച് ചെയ്യാം അല്ലേ. ഒരു മിനിറ്റ്, ഇപ്പം കാണുമോ? അപ്പം ഞാൻ ആദ്യം എൻ്റെ കുറച്ച് എല്ലാം കാണിച്ചാൽ ഇത് എത്രത്തോളം നീണ്ടുപോകുമെന്ന് അറിയില്ല. എന്തായാലും ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുറച്ച് ചെയിൻസ് ആദ്യം കാണിച്ചു തരാമോ? എന്താ പ്രശ്നം വെച്ചാൽ എല്ലാം കുരുങ്ങി കിടക്കുകയാണ്. ഇതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക് തന്നെയാണ്. ഓ മൈ ഗോഡ്, ഇത് സെപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്കും വീഡിയോ കഴിയും ഗൈസ്. എൻ്റെ ഫസ്റ്റ് ഇതൊന്നും ഞാൻ ഇട്ടിട്ടേ ഇല്ല ഗൈസ്, ഇതൊക്കെ ഞാനിപ്പോഴാണ് കാണുന്നത്. ഒരു ക്യൂട്ട് പീച്ച് കളർ സ്ട്രോബെറി എന്താ ഇട്ട് കഴിയുമ്പം ഇങ്ങനെ ഉണ്ടാവും. കൊള്ളാല്ലേ?
നൈസ്, ഇഷ്ടപ്പെട്ടു. അപ്പം ഇതാണ് ഒരെണ്ണം. ഇനി വേറൊരെണ്ണം ഉണ്ട്. ഇതൊക്കെ ഞാൻ ഇന്നേ വരെ ഞാൻ ഇട്ടിട്ടില്ല ഗൈസ്. കൊള്ളാലേ. ഇതാണ് വേറൊരെണ്ണം. ഇതിൻ്റെ ഉള്ളിലൊരു ഗോൾഡ് ഹാർട്ടും പുറത്തൊരു സിൽവർ കളർ ഹാർട്ടും, അങ്ങനെ 2 കളറിലുള്ള ഹാർട്ട്. ഇതാണ് വേറൊരെണ്ണം. പിന്നെ ഒരെണ്ണം കാണിച്ചു കേട്ടോ. അത് ഭയങ്കര പ്രിട്ടിയാണ്. അയ്യോ, പക്ഷെ അത് ഭയങ്കരമായിട്ട് കുരുങ്ങി കിടക്കുകയാണ്. ഓക്കെ, അങ്ങനെ ഭയങ്കര സാഹസികമായിട്ട് ഒരു മാല ഞാൻ മൊത്തം കുരുക്കഴിച്ചെടുത്തു. ഇതാണ് കേട്ടോ, ഗോൾഡൻ ചെയിനിൽ വൈറ്റ് ബീഡ്സ് വരുന്ന ഇത് സിമ്പിൾ ചെയിനാണ്. ഇത് ഇങ്ങനെ ഉണ്ടാവും, ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. കൊള്ളാലേ, ഇഷ്ടപ്പെട്ടു. അതാണ് ഒരെണ്ണം. അടുത്തതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. കാണിച്ചു തരാം കേട്ടോ. അയ്യോ, ഇതെല്ലാം കുരുങ്ങി ഒരു വഴിയായി. See this cute butterfly. ഇതാണ് മറ്റൊരു ചെയിൻ. പിന്നെ ഞാൻ ഇനിയുള്ളൊരു ചെയിൻ ഞാൻ കാണിച്ചു കേട്ടോ. അതെന്ന് വെച്ചാൽ ഞാൻ എവിടെ പോകുമ്പോഴും ഇട്ട് കറുത്തുപോയി. ചെയിന് കറുത്തുപോയി, പക്ഷെ ലോക്കറ്റ് ഒന്നും ആയിട്ടില്ല. അപ്പം നമുക്കതിനെ വേറെ ഏതെങ്കിലും ചെയിനിൻ്റെ കൂടെ ലോക്കറ്റ് ഇടാം. അപ്പോൾ അത് ഞാൻ കുരുക്കഴിച്ചെടുത്തു. ഇതാണ് ഗൈസ്, കാണുന്നുണ്ടോ? ഇതിൽ സണ്ണും മൂണും ഉണ്ട്, കണ്ടില്ലേ? പക്ഷെ ഇതിൻ്റെ ചെയിന് കറുത്തുപോയി. ഞാൻ എപ്പോഴും ഇട്ടിട്ട് കറുത്തുപോയി. ഇങ്ങനെ ചെയിൻ ടാണിഷ് ആവാണ്ടിരിക്കുക എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. സോ ഇതാണ് അടുത്ത ചെയിൻ. ഇനി ഒരെണ്ണം ഉണ്ട്, അത് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. ഇത് കുറച്ച് ഹെവിയാണ്. ഹെവി ഇൻ ദ സെൻസ് വലിയ ഹെവിയൊന്നും അല്ല, ബട്ട് ഞാൻ അത്ര അങ്ങോട്ട് ഇങ്ങനെ 3 ലെയറായിട്ട് വരുന്നൊരു കാണിച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചു. ഇത് ഇങ്ങനെ ഇരിക്കും ഇട്ട് കഴിഞ്ഞാൽ. ഇതൊരെണ്ണം ഇട്ടാൽ മതി, വേറെ ഒന്നും വേണ്ട. ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടോ. അല്ല, ഇതുവരെ കാണിച്ചതിൽ ആകെ ഞാൻ തൊട്ട് മുന്നേ കാണിച്ചത് മാത്രമേ ഒരു തവണ ഇട്ടിട്ടുള്ളൂ. ബാക്കിയൊന്നും ഞാൻ ഒരു തവണ പോലും ഇട്ടിട്ടില്ല. പക്ഷേ ഇനി ഞാൻ ഇടുന്നതായിരിക്കും. അടുത്തൊരു ചെയിൻ കാണിച്ചു തരാം. ഇതും ഞാൻ പൊട്ടിച്ചിട്ടും കൂടെ ഇല്ല ഗൈസ്. ഇത് നല്ല കളറല്ലേ ഇത്. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് കണ്ടോ, ഈ നസറിൻ്റെ ഒരു ബീഡുണ്ട്. ഇങ്ങനത്തെ കുറച്ച് കളക്ഷൻ എനിക്കുണ്ട് കേട്ടോ. അത് ഒരു സമയത്ത് എനിക്ക് ഭയങ്കര ക്രേസ് ആയിരുന്നു. അപ്പോൾ ഇതാണൊരു ചെയിൻ. ഇതുവരെ ഇട്ടിട്ടില്ല. ഇതിപ്പോഴാണ് ഞാൻ പാക്ക് പൊട്ടിക്കുന്നത്. നല്ല ഭംഗിയില്ലേ? ഇത് ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് കിട്ടിയതാണ്. നമ്മളിങ്ങനെ സ്ഥിരമായിട്ടിടും, പ്രോമിസ്. ഇനിയിപ്പോൾ ഏതാ? പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വേറൊരു ചെയിൻ കാണിച്ചു തരാം. ഇത് നല്ല രസമായത് കാണാൻ. ഒരു കുഞ്ഞ് ഹാർട്ട് സ്റ്റോണുള്ളൊരു കുഞ്ഞ് ഹാർട്ട്. ഇത് ഞാൻ ഇടാറുണ്ട് കേട്ടോ. ഇതാണ് വേറൊരു ചെയിൻ. ഇനി എന്താ കാണിച്ചിട്ടുള്ളത്? ഇത് ചെയ്യുന്നുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എൻ്റെ കയ്യിൽ മറ്റേ നസറിൻ്റെ കുറേ ഉണ്ടെന്ന്. അതിൽ വരുന്ന ഒരെണ്ണം കൂടെ കാണിച്ചു തരാം. വയ്ക്കും. ഇത് അതിൻ്റെ ഒരു ഫുൾ അതിൻ്റെ ബീഡ്സ്. ദിസ് ഈസ് അനദർ ബ്യൂട്ടിഫുൾ ചെയിൻ. കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര രസമാണ്. ഇത് ഞാൻ ഒറ്റ തവണ ഇട്ടിട്ടുള്ളൂ. വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് ആണ് കേട്ടോ ഇത്.
അങ്ങനെ അത് കഴിഞ്ഞു. ഇനി എന്തുണ്ട്? ഇനി എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരെണ്ണം കാണിച്ചു തരാം. ഇത് ഇതെനിക്കെൻ്റെ അച്ഛൻ വാങ്ങിച്ചു തന്നതാണ്. എനിക്കെൻ്റെ അച്ഛൻ ഞാൻ കാനഡയിലേക്ക് വരുന്നതിൻ്റെ 2-3 ദിവസം മുന്നേ എനിക്ക് വാങ്ങിച്ചു തന്ന കേട്ടോ. ഇതെനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ഞാനിതങ്ങനെ ഇട്ടിട്ടില്ല. എനിക്ക് സൂക്ഷിച്ച് വെച്ചത് സിൽവർ ആട്ടോ. സിൽവറിൻ്റെ ലോക്കറ്റ് ചെയ്യും. എനിക്കത് ഭയങ്കര എന്നും ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അപ്പം പക്ഷേ എനിക്ക് എന്തെങ്കിലും ഭയങ്കര സ്പെഷ്യലായിട്ട് ആരെങ്കിലും ഗിഫ്റ്റ് തന്നാൽ ഞാൻ അതിടില്ല. ഞാനതിങ്ങനെ സൂക്ഷിച്ച് കൊണ്ടുവയ്ക്കും. ഉപയോഗിച്ച് അതിനെന്തെങ്കിലും പറ്റിപ്പോയാലോ വിചാരിച്ചിട്ട് ഞാനത് ഉപയോഗിക്കാറില്ല. എൻ്റെ മാലകളൊക്കെ കഴിഞ്ഞു. എത്ര കണ്ടാൽ പോരല്ലോ. ഇത് നേരത്തെ ഞാൻ കാണിച്ചില്ല ഒരെണ്ണം. അതിൻ്റെ തന്നെ ഒരു ഗോൾഡൻ ഇതെൻ്റെ ബർത്ത്ഡേക്ക് ഇതെൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാട്ടോ. കൊള്ളാല്ലേ? ഇത് ഞാനിതുവരെ ഇട്ടിട്ടില്ല. അപ്പം ഇതൊക്കെ ഇടാനാണ് ഒരു ഒക്കേഷൻ വന്നിട്ടില്ല. ഇത് ഞാൻ നേരത്തെ കാണിച്ച നെസറിൻ്റെ സിൽവറിൻ്റെ മാലയില്ലേ, അതിൻ്റെ ഗോൾഡൻ ആട്ടോ. അതിലെന്ന് വെച്ചാൽ ഓരോ കളറ്, ഓരോ ലോക്കറ്റും ഓരോ കളറാണ്. ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഓരോ കളറിനും ഓരോ മീനിങ് ഉണ്ട്. ഇപ്പോൾ റെഡിന് ഒരെണ്ണം, ബ്ലൂ ഒരെണ്ണം, അങ്ങനത്തെ. പക്ഷെ ഇത് ഞാൻ ഒത്തിരി ഇട്ട് ഇതിൻ്റെ കളർ കുറച്ച് ഫെയ്ഡായിട്ടുണ്ട്. അതാണ് വേറൊരു മാല. ഇതാണ് മറ്റൊരു മാല. ഇതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു നസറിൻ്റെ ബീഡുണ്ട്, പിന്നെ ഒരു പാമ്പ്, പിന്നെ ഒരു പാമ്പ്. ഇതിനെന്തോ ഒരു മീനിങ് ഉണ്ട് കേട്ടോ. എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ കുറേ കണ്ടിട്ടുണ്ട് ഇത്. അപ്പോൾ ഇത് ഞാൻ 1-2 തവണ ഇട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വേറൊരു മാല കാണിച്ചു തരാം. ഞാൻ ഒത്തിരി ഇട്ടിട്ടുണ്ട്. ഇത് കണ്ടോ? ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫോട്ടോ ഒക്കെ വേണമെങ്കിൽ വെക്കാം. ഇങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ചെയിനാണ്. ഇത് ഞാൻ കുറച്ചൊക്കെ ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതാണ് മറ്റൊന്ന്. പിന്നെ ഒരെണ്ണതാണ്. പിന്നെ ഒരെണ്ണതേ ഇതാണ് കേട്ടോ. ഇതെന്ന് വെച്ചാൽ ഒരു ഫ്ലവർ, അതിൽ മൊത്തം കല്ലുകൾ, പിന്നെ അതിൻ്റെ സറൗണ്ടിങ്ങിൽ കുറേ കുഞ്ഞു കുഞ്ഞു കല്ലുകൾ. ഇത് ഒരുപാട് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ കളർ കുറച്ച് ഫെയ്ഡായിട്ടുണ്ട്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചെയിൻ കാണിച്ചു തരാം. ഭയങ്കര സിമ്പിളല്ലേ? ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇങ്ങനെ കൊള്ളാം. ഇത് ഞാൻ ഒരു തവണ എന്തോ ഇട്ടിട്ടുള്ളൂ. പിന്നെ നേരത്തെ കാണിച്ച നെസറിൻ്റെ വേറൊരു ഗോൾഡൻ. ഞാൻ പറഞ്ഞില്ലേ ഒരു സമയത്ത് ഇതെനിക്ക് ഭയങ്കര ക്രേസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഇത് കുറേ എണ്ണമുണ്ട്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ എൻ്റെ മാലകളുടെ കളക്ഷൻ കേട്ടോ. എനിക്കെല്ലാം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ ബാക്കി കളക്ഷൻസ് കാണിച്ചു തരാം. ഗൈസ്, ഒരു ചെയിനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോഴാണ് അത് കണ്ടത്. ഇതുപോലെ പല സ്ഥലത്തും ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഒരെണ്ണം എല്ലാം അടുക്കി വെക്കുമ്പോൾ കിട്ടിയതാണേ. ഭയങ്കര രസമില്ലേ കാണാൻ? ഇതൊരു കുട്ടി ബട്ടർഫ്ലൈ കേട്ടോ. ഇത് ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ചെയിനിൻ്റെ കളക്ഷൻസ് കഴിഞ്ഞു കേട്ടോ. ഇനി നെക്സ്റ്റ് ഞാൻ എൻ്റെ ബ്രേസ്ലെറ്റ്സിൻ്റെ കളക്ഷൻ കാണിച്ചു തരാം. അപ്പം ബ്രേസ്ലെറ്റ്സ് എനിക്ക് അധികം ഇല്ല, അപ്പോൾ അത് പെട്ടെന്ന് തന്നെ കാണിച്ചു തരാം. ഇതാണ് ഒരെണ്ണം, ഇട്ട് കാണിച്ചു തരാം. നല്ല രസമില്ലേ? ഇത് അഡ്ജസ്റ്റബിളാണ്. പിന്നെ ഒരെണ്ണത് ഇത് ഞാൻ എവിടെയൊക്കെ പോകുമ്പോൾ ഇട്ടിട്ടുണ്ട്. ഒരു സ്ഥലത്തെങ്ങാനും 1-2 സ്ഥലത്ത് ഇട്ടിട്ടുണ്ട്. ആദ്യം കാണിച്ചത് ഞാൻ തീരെ ഇട്ടിട്ടില്ല. പിന്നെ ഒരെണ്ണത് ഫുൾ ബ്ലാക്ക് ആൻഡ് ഗോൾഡൻ ബീഡ്സ്. കൊള്ളാല്ലേ? അപ്പം അതാണ് എൻ്റെ. ഇത് 3 വേണമെങ്കിൽ നമുക്കൊരു സെറ്റായിട്ടും പെയർ ചെയ്യാൻ തോന്നുന്നു. വലിയ രസമില്ലേ? ഇല്ല, ഞാൻ വിചാരിച്ചത്ര പോലെ. അപ്പോൾ അതാണ് ഒരു സെറ്റ് ഓഫ് എൻ്റെ ബ്രേസ്ലെറ്റ്സ്. ഇനി വേറെ ഇത് എനിക്ക്
എനിക്ക് ബർത്ത്ഡേക്ക് കിട്ടിയൊരു ഗിഫ്റ്റ് ആട്ടോ. ലാസ്റ്റ് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇത് ഇങ്ങനെ ഇരിക്കും. അതാണ് വേറൊരെണ്ണം. ഇനിയുള്ളത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നസറിൻ്റെ കുറേ കളക്ഷൻ കാണിച്ചില്ലേ, അതിൻ്റെ തന്നെ ഒരു ബ്രേസ്ലെറ്റ്. പല കളേഴ്സിലുള്ള നസറിൻ്റെ ബീഡ്സ് ഉണ്ട്. ഇതാണ് വേറൊരെണ്ണം. ഓക്കെ, അപ്പോൾ ഇതാണ് വേറൊരു ബ്രേസ്ലെറ്റ് ലാസ്റ്റത്തെ. ഇത് കാണുന്നുണ്ട്, ഒരു കുഞ്ഞ് നസറിൻ്റെ ഐ ഉണ്ട്. കെട്ടിക്കാണിച്ചിട്ട് അത് ഭയങ്കര സിമ്പിളാട്ടോ. ഇത് എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റായിരുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ബ്രേസ്ലെറ്റിൻ്റെ കളക്ഷൻസ്. ഇനി ആംഗ്ലറ്റ്സ് കാണിച്ചുതരാം. പാദസരം രണ്ടെണ്ണേ ഉള്ളൂ കേട്ടോ. പാദസരം ഇടാത്തതിൻ്റെ റീസൺ എന്താ ചോദിച്ചാൽ, നമ്മൾ ഷൂ ആണ് ഇടുന്നത്. അപ്പോൾ ഷൂവും സോക്സും ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് ഇട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല, ആരും കാണില്ല. അപ്പോൾ ഞാൻ കാലിൽ കെട്ടി കാണിക്കാമെന്ന് വെച്ചാൽ ഇപ്പോൾ നടക്കും തോന്നില്ല. ഇതാണ് ഒരെണ്ണം. ഞാൻ തൽക്കാലം കൈ കെട്ടി കാണിച്ചു തരാം. ഇതിലും ഞാൻ പറഞ്ഞ നസറിൻ്റെ ഒരു ബീഡുണ്ട്. എന്താ അറിയില്ല കേട്ടോ, അതിൻ്റെ വലിയ ഫാനാണ്. ഇത് ഒരെണ്ണം. അടുത്തതും ഒരു ബ്ലാക്കിൽ നസറിൻ്റെ ബീഡ്, രണ്ടറ്റത്തായിട്ട് ആനക്കുട്ടികളുണ്ട്, കണ്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അത് കാലിലിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. തൽക്കാലം ഞാൻ കൈക്കാണ് കിട്ടി കാണിക്കുന്നത്, ബിക്കോസ് കാലിപ്പോൾ ഞാൻ എങ്ങനെ കാണിക്കുന്നത് എനിക്കറിയില്ല. അപ്പോൾ ഇത് രണ്ടേ ഉള്ളൂ. ഒരു കാലിലിടുന്ന കേട്ടോ. അപ്പോൾ ഇറ്റ് ഡസൻറ്റ് ഹാവ് എ പെയർ. ഇനി ഞാൻ ഇത് കാണിക്കും, റിങ്സ് കാണിച്ചിട്ടെ. ഇത് സിൽവറിൻ്റെ റിങ്സ് ആട്ടോ. ഈ റിങ്ങിന് ഒരു സീക്രട്ട് സ്റ്റോറി ഉണ്ട്. എൻ്റെ എൻഗേജ്മെൻറ്റിന് നമ്മൾ നമുക്ക് അത് ഞാനിപ്പോൾ പറയുന്നില്ല. ലെറ്റ് ഇറ്റ് ബി എ സീക്രട്ട്. അപ്പോൾ ഇതാണ് ഒരു റിങ്. പിന്നെ ഇത് വേറൊരു സിൽവറിൻ്റെ റിങ് തന്നെയാണ്. പിന്നെ എൻ്റെ ഏറ്റവും ലക്കി ആയിട്ടുള്ളൊരു റിങ് ഉണ്ട് കേട്ടോ, അത് കാണിച്ചു തരാം. ഇതും മറ്റേ നസറിൻ്റെ തന്നെയാണ്. അപ്പം ഈ റിങ് ഇട്ടിട്ട് പോയാൽ എനിക്ക് കുറച്ച് ലക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ലൊക്കേഷനൊക്കെ ആകുമ്പോൾ ഞാൻ ചിലപ്പോൾ ഇതിടും, ബിക്കോസ് ഐ റിയലി ബിലീവ് ഇറ്റ് ബ്രിങ്സ് ലക്ക്. ഇതെൻ്റെ ഇത് ഒരെണ്ണം എനിക്ക് ഇതന്നെ ഞാൻ ഒരെണ്ണം എൻ്റെ ഹസ്ബൻഡിനെ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനും ഞാൻ ഇതൊരെണ്ണം ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് വേറൊരെണ്ണം. ഇനി ഇത് എല്ലാം ഭയങ്കര സിമ്പിൾ റിങ്സ് ആട്ടോ എൻ്റെ കയ്യിലുള്ളത്. പിന്നെ ഇത് ഒരെണ്ണം. പിന്നെ ഇത് വേറൊരെണ്ണം. കുറച്ചും കൂടെ ഉണ്ട്. എല്ലാം ഭയങ്കര സിമ്പിളാട്ടോ, കാരണം ഞാൻ റിങ്സ് അധികം ഇടാറില്ല. അതുകൊണ്ട് തന്നെ ഉള്ള റിങ്സ് എല്ലാം ഭയങ്കര സിമ്പിളായിട്ടുള്ള റിങ്സ് ആണ്. ഇത് കുറച്ച് കല്ലൊക്കെ ആയിരുന്നു. പിന്നെ വേറൊരെണ്ണം ഇവിടെ അത്രയേ ഉള്ളൂ തോന്നുന്നു. അത്രയും കണ്ടാൽ പോരല്ലോ, ബാക്കി ഞാൻ എവിടെ വെച്ചെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതുവരെ എന്തൊക്കെ കാണിച്ചു തന്നു. എൻ്റെ ചെയിൻസ് കാണിച്ചു തന്നു, പിന്നെ റിങ്സ് കാണിച്ചു തന്നു, ബ്രേസ്ലെറ്റ്സ് കാണിച്ചു തന്നു, ഇനി ആംഗ്ലറ്റ്സ് കാണിച്ചു തന്നു. ഇനി എൻ്റെ ഇയറിങ്സിൻ്റെ കളക്ഷനാണ്. ഇപ്പോൾ ഇയറിങ്സ് എൻ്റെയിലും ഒരുപാടുണ്ട്. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാടൊന്നുമില്ലെങ്കിലും കുറച്ചധികം ഉണ്ട്. അപ്പോൾ ഇത് ഓരോന്നും ഇപ്പോൾ ഇട്ട് കാണിച്ചു തന്നാൽ വീഡിയോ തീരില്ല. അപ്പോൾ ഞാനൊരു കളക്ഷനായിട്ട് തന്നെ വെച്ച് കാണിച്ചു തരാം കേട്ടോ. ഇതാണൊരെണ്ണം. അതിന് മുന്നേ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഇയറിങ് കാണിച്ചു തരാം കേട്ടോ. ഇത് ഒരു കുട്ടി ജിറാഫോ ആൽപ്പക്കേനെ ഒരു വീഡിയോ വരുന്നുണ്ട് കേട്ടോ. ഞാൻ അത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു കുഞ്ഞ് ജിറാഫെന്ന് ആൽപ്പക്കയോ അല്ലെങ്കിൽ എന്താ ആട്ടുംകുട്ടിയല്ല,
നല്ല രസമില്ലേ ഇത്? ഇതെൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റാട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ്. ഇതുവരെ ഇട്ടിട്ടില്ല ഗൈസ്. ഇതൊക്കെ ഇടണമെങ്കിൽ അങ്ങനത്തെ ഡ്രസ്സിൻ്റെ കൂടെ അല്ലേ, അങ്ങനത്തെ ഒക്കേഷനൊക്കെ അല്ലേ ഇടുക. ഇത് ഒരെണ്ണം. പിന്നെ ഇത് വേറൊരെണ്ണം. കൊള്ളാമല്ലേ? പിന്നെ ഇത് ഒരെണ്ണം. ഇത് 3 എൻ്റെ ഹസ്ബൻഡ് വാങ്ങിച്ചെന്നാണ്. ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. ഇതും എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ ഹസ്ബൻഡ് വാങ്ങിച്ചതാണ്. പിന്നെ ഒരു വെറൈറ്റി സാധനം കാണിച്ചു തരാം കേട്ടോ. അയ്യോ, ഇതാണ് സാധനം. ഇതെൻ്റെ ബർത്ത്ഡേക്ക് വാങ്ങിച്ചു തന്നതാണ്, ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇത് പേരില്ല, ഇതൊരെണ്ണേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ ഇങ്ങനെ ഇടും. എന്നിട്ട് നമ്മൾ ഇതിനെ ഇവിടേക്ക് ഇങ്ങനെ കാണിച്ചു തരാം. ഇങ്ങനെ ഇരിക്കും ഇട്ടുകഴിഞ്ഞാൽ. എനിക്കിപ്പോൾ ഓൾറെഡി കുറേ പിയേഴ്സിംഗ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഊരി കാണിച്ചു തരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇതിങ്ങനെയാണ് സംഭവം. ലൈക്ക് നമ്മളിവിടെ ഇടും, എന്നിട്ട് ഇതിനെ ഇവിടെ ആയിട്ട് കണക്ട് ചെയ്യും. സോ ഇറ്റ് ഡസൻ കം വിത്ത് എ പെയർ. ഇതിങ്ങനെ തന്നെയാണ്. ഓക്കെ, ഇങ്ങനെ ഇരിക്കും ഏകദേശം ഇട്ട് കഴിഞ്ഞാൽ. പിന്നെ ഒരു ക്യൂട്ടായിട്ടുള്ളൊരെണ്ണം കാണിച്ചു തരാം. നല്ല രസമില്ലേ? ഒരു പിങ്ക് ബട്ടർഫ്ലൈ. നല്ല രസമുണ്ട്. ഇത് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. അതൊക്കെ എന്താ ഞാൻ ഇടാത്തത്? പിന്നെ എൻ്റെ നിങ്ങളിപ്പോൾ എൻ്റെ ഇവിടെ ആക്സസറീസ് എവിടെ തപ്പിയാലും ഇങ്ങനത്തെ കുറേ മുട്ട് കുറേ വൈറ്റ് അതെൻ്റെ ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാടുണ്ട്. പല സൈസിൽ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊരു മീഡിയം സൈസ്, അതിൻ്റെ തന്നെ കുറച്ചും കൂടെ വലിയ സൈസ്, ഇനി അതിൻ്റെ തന്നെ ഏറ്റവും ചെറിയ സൈസ് അല്ല. ഇതെൻ്റെ ഒരു ഗോ ടു ആയിട്ടാണ്. എനിക്ക് മിക്കപ്പോഴും ഇടുന്നൊരു ടൈപ്പാട്ടോ. ഇപ്പോൾ അങ്ങനത്തെ കുറച്ചുണ്ട്. പിന്നെ അതിൻ്റെ തന്നെ ഗോൾഡൻ ഉണ്ട. അതിൻ്റെ തന്നെ ഗോൾഡൻ ഉണ്ട. ഒരു റിങ് അതിൻ്റെ അറ്റത്തിങ്ങനെ ഇരിക്കും. ഇത് ഞാനൊരു തവണ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇങ്ങനത്തെ കുറച്ച് ബേസിക് ആയിട്ടുള്ള സ്റ്റോൺസിൻ്റെ സ്റ്റഡ്സ് ഉണ്ട് കേട്ടോ. അത് കുറേ കളേഴ്സ് ഉണ്ട്. ഇപ്പോൾ കാണിച്ചു തന്നതൊരു ലൈറ്റ് ഗ്രീൻ, അതിൻ്റെ തന്നെ ഒരു പിങ്ക്, പിന്നെ അതിൻ്റെ തന്നെ ഒരു ബ്ലാക്ക്. ഇല്ലയോ, ഓരോന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ, കാരണം എല്ലാം ഒരേ സെയിം ഡിസൈൻ. ആകെ സ്റ്റോണിൻ്റെ കളർ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം. അയ്യോ, അത് പല കളേഴ്സിലുണ്ട് കേട്ടോ. ഇത് വൈറ്റ്, പിന്നെ ഒരു ഗോൾഡൻ, പിന്നെ വീണ്ടും പിങ്ക്, അതും കുറേ എണ്ണമുണ്ട്. ഇത് ഞാനിതുവരെ ഇട്ടിട്ടില്ല ഗൈസ്, ഇടണം. ഇതൊക്കെ എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയതാട്ടോ. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ആയിരുന്നു, ഒരു ബട്ടർഫ്ലൈ. ഇതിൻ്റെ പേര് മിസ്സിംഗ് ആണ്. പിന്നെ ഇതൊരു റിങ് ടൈപ്പ്, ഇങ്ങനത്തെ കുറേ എണ്ണമുണ്ട്. ഇതൊക്കെ അതായത് എനിക്ക് ടോട്ടൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല, 1 2 3 4 എനിക്ക് ടോട്ടൽ 4 സെറ്റ് പിയേഴ്സിങ്സ് ഉണ്ട്. അതിൽ ഇതാണ് ഏറ്റവും മോസ്റ്റ് റീസെൻറ്റ് 1. അപ്പോൾ ഈ ചെവിയുടേത് ഹീലായിട്ടില്ല ഗൈസ്. അപ്പോൾ ഇത് ഞാൻ ഊരാറില്ല, ഇതും ഊരാറില്ല. ആകെ പിന്നെ നമ്മളിതെല്ലാം മാറ്റുന്നത് ഈ ഫസ്റ്റ് 1, അത് മാത്രം മാറ്റാറ്. ഇതിൻ്റെ പേര് മിസ്സാണ് മീൻസ് ഇവിടെ ഉണ്ടാവും, എപ്പോഴെങ്കിലും കിട്ടുവാണെങ്കിൽ എടുത്ത് വെക്കാലോ കരുതിയിട്ട് ഞാൻ കളഞ്ഞില്ല. ഇതിൻ്റെയും പേര് മിസ്സാണ് ഗൈസ്. പിന്നെ ഇതൊരു സിമ്പിളായിരുന്നു, ഇതിൻ്റെ പേര് മിസ്സാണ്, പക്ഷെ ഞാൻ കളഞ്ഞില്ല. ഇതിൻ്റെ പേര് മിസ്സാണ്, ഇതിൻ്റെയും പേര് മിസ്സാണ്. നിങ്ങൾ വിചാരിക്കില്ല ഇതൊക്കെ തമ്മിൽ എന്താ വ്യത്യാസം, എല്ലാം ഒരുപോലെയല്ലേ ഇരിക്കുന്നതെന്ന്. അല്ല ഗൈസ്, ഇതൊന്നും ഒന്നല്ല, ഒത്തിരി വ്യത്യാസമുണ്ട്. മുദ്ര ശ്രദ്ധിക്കണം ഓരോന്നിൻ്റെയും. ഇതിങ്ങനെ റിങ് പോലെ വന്നിട്ട്
3 കല്ല്. ഇത് മൊത്തം കല്ല് കാണുന്നില്ല അല്ലേ? ഇത് കല്ലില്ലാത്തത്. അപ്പം ഇതൊന്നും സെയിം അല്ല. ഇനി ഇത് വേറൊരെണ്ണം. എല്ലാം വ്യത്യാസമുണ്ട് കേട്ടോ. പെട്ടെന്ന് നിങ്ങൾക്ക് ഒരുപോലെ തോന്നുമായിരിക്കും, ബട്ട് അതൊന്നും ഒന്നല്ല. പിന്നെ ഇത് വേറെ കണ്ടോ, ഇതൊക്കെ വ്യത്യാസമുണ്ട്. കല്ലുകൾ ശ്രദ്ധിക്കണം, മുദ്ര ശ്രദ്ധിക്കണം എന്ന് പറയുന്ന പോലെ കല്ല് ശ്രദ്ധിക്കണം. ഇത് ഇതിൻ്റെ പേരല്ലേ ഇപ്പം ഞാൻ അപ്പുറം കണ്ടേ? അല്ല, പിന്നെ ഒറ്റക്കല്ല് മാത്രമുള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതൊക്കെ നിങ്ങൾക്ക് കണ്ട ഒരുപോലെ തോന്നും. പക്ഷേ ഗൈസ്, ഓക്കെ, ഒരു കളഞ്ഞു പോയ കമ്മലിൻ്റെ ഓക്കെ. അപ്പോൾ നമ്മളിതിൻ്റെ പേര് കിട്ടി. യെസ്, ഇങ്ങനെയൊക്കെ കിട്ടുമ്പോഴുള്ള സന്തോഷം എന്താ അറിയോ? പിന്നെ എനിക്ക് ഇഷ്ടമുള്ള വേറൊരെണ്ണം കാണിച്ചു തരാം. ഒരു ഹാഫ് മൂൺ, നല്ല രസമാട്ടോ ഇത്. ഇത് ഞാൻ കുറേ തവണ ഇട്ടിട്ടുണ്ട്. എനിക്കും ബോറടിക്കുന്നുണ്ട്, കണ്ടുകൊണ്ട് നിങ്ങൾക്കും ബോറടിക്കുന്നുണ്ടാവും. പിന്നെ ഇത് കൊള്ളാലേ, ഇതെവിടെ കൊണ്ട് കാണിച്ചു തരും? യെസ്, ഇതെന്താ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല, ഇടണം. പിന്നെ ഒരു കുഞ്ഞ് ലീഫ്, പിന്നെ ഒരു കുഞ്ഞു ഫ്ലവർ, പിന്നെ ഇതേ ഒരു സിൽവറിൻ്റെ റിങ് വരുന്നത്, അത് ഇട്ടിട്ടില്ല ഇതുവരെ. പിന്നെ ഇങ്ങനത്തെ ഒരു ഹൂപ്പ് ടൈപ്പ് ഉണ്ട്. ഇത് ഒരിടയ്ക്ക് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു, ആ സമയത്ത് വാങ്ങിച്ചതാ, പക്ഷെ ഇട്ടിട്ടില്ല. ഇത് ഒരു റോസ്, വൈറ്റ് റോസ്. ഇത് ഡിറ്റാച്ചബിളാണ്, നമുക്ക് ഇങ്ങനെ ആയിട്ട് വിടാം, ഇത് അറ്റാച്ച് ചെയ്തിട്ട് വിടാം. ഇതാണ് വേറൊരെണ്ണം. ബേസിക് ആയിട്ടുള്ള എവറി ഡേ കമ്മലുകളുണ്ട്. അല്ല, ഇതെല്ലാം അങ്ങനത്തെ ടൈപ്പ് തന്നെയാണ് കേട്ടോ. കുഞ്ഞ് സ്റ്റാർ കണ്ടോ? പിന്നെ കുഞ്ഞ് ട്രയാങ്കിൾ, പിന്നെ ഒരു ഭയങ്കര ടൈനി ബട്ടർഫ്ലൈ. എൻ്റെ കൈ വേദനിക്കുന്നു. പിന്നെ ഇത് ഇതാ, ഇത് ലോങ് സിമ്പിൾ ഒന്നുമില്ല, കുറച്ച് സ്റ്റോൺസ് അത്രേ ഉള്ളൂ. എൻ്റെ കൈ വേദനിക്കാൻ തുടങ്ങി. പിന്നെ ഇത് ഒരു സിമ്പിളാട്ടോ, ഒന്നുമില്ല പ്രത്യേകിച്ച് അതിൽ. പിന്നെ അതെ ഒരു കുഞ്ഞു കാണുന്നുണ്ടോ? ഇതിൻ്റെ പേരുണ്ട്, മിസ്സിങ് അല്ല. ഓക്കെ, എന്താ ഡിസൈൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഹാർട്ടാണ് കേട്ടോ, ഭയങ്കര ടൈനി. എനിക്ക് മൂക്കുത്തിയൊക്കെ ഉണ്ടെങ്കിൽ മൂക്കുത്തി ആയിട്ടിട്ടായിരുന്നല്ലേ, പക്ഷെ എനിക്കെന്തോ മൂക്കുത്തി പേടിയാണ് ഗൈസ്. ഓക്കെ, അപ്പം നമ്മുടെ കമ്മൽ, എനിക്ക് വേറൊരു കമ്മലുണ്ടായിരുന്നു, ഒരു സാറ്റേണിനല്ലേ ഒരു ചുറ്റും റിങ് വരുന്നത്. സാറ്റേണിൻ്റെ ഒരു കമ്മലുണ്ടായിരുന്നു, ഒരു ബ്ലൂവിൽ ചുറ്റും സിൽവർ കല്ല് വരുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കമ്മലായിരുന്നു, പക്ഷെ അതിപ്പോൾ എവിടെയും കാണുന്നില്ല. അതിനെനിക്ക് കുറേ കോംപ്ലിമെൻറ്റ്സ് ഒക്കെ കിട്ടിയൊരു കമ്മലായിരുന്നു, പക്ഷെ അത് കാണുന്നില്ല ഗൈസ്. ഇൻ കേസ് എപ്പോഴേലും കിട്ടുകയാണെങ്കിൽ ഞാൻ അത് വേറൊരു വീഡിയോയിൽ ഇടാം. അപ്പം ഇനി ഇതെല്ലാം ഞാൻ സെറ്റ് ചെയ്തിട്ട് എൻ്റെ ജ്വല്ലറി ബോക്സ് ഞാൻ കാണിച്ചു തരാം ഗൈസ്. അപ്പം കുറേ സമയം എടുത്തിട്ടാണെങ്കിലും ഞാൻ അതെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ എങ്ങനെ അറേഞ്ച് ചെയ്തതെന്ന്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ഞാൻ കുഞ്ഞ് സ്റ്റഡ്സ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതിനകത്ത് കുറേ കമ്മലുകളും റിങ് പോലത്തെ കമ്മലുകൾ, പിന്നെ എൻ്റെ റിങ്സ് എല്ലാം ഈ ഒരു സെക്ഷനിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി ചെയിനെല്ലാം ഇതിനകത്ത്
അറേഞ്ച് ചെയ്തു. ഇതിനകത്ത് ഇതിനകത്ത് ഇങ്ങനെ കാണിച്ചാൽ മനസ്സിലാവാൻ തോന്നുന്നില്ല. ഇതിൽ ചെയിന്, ബ്രേസ്ലെറ്റ്സ്, ആഗ്ലറ്റ്സ്, പിന്നെ കുറച്ച് ഇയറിങ്സും അതിലും വെച്ചിട്ടുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ. പിന്നെ ഇത് നമുക്ക് അസംബിൾ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കെന്തോ ഭയങ്കര സമാധാനം, ഭയങ്കര സാറ്റിസ്ഫൈഡായി തോന്നിട്ടോ. അപ്പോൾ ഈ കളക്ഷനെല്ലാം എന്ന് വെച്ചാൽ കുറേ വർഷങ്ങളായിട്ടുള്ള കളക്ഷനാണ്. എന്ന് വെച്ചാൽ പെട്ടെന്നൊരു ദിവസം എല്ലാം പോയി വാങ്ങിച്ചൊന്നുമില്ല. കുറേ നാളുകളായിട്ട് കളക്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. ഞാൻ തന്നെ ഇപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത് ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചാൽ ഇത്രയും ഉണ്ടായിരുന്നു എന്നുള്ളത്. പിന്നെ കുറേയൊക്കെ ഗിഫ്റ്റ് കിട്ടിയതുകൊണ്ട് പിന്നെ എല്ലാം മിനിമലിസ്റ്റിക് ആയിട്ടുള്ള പാറ്റേൺസാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന കളക്ഷൻസാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ജ്വല്ലറീസ് എല്ലാം ഓർഗനൈസ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്നുള്ളത്, ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായി എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. സോ ദാറ്റ്സ് എവറിത്തിങ് അബൌട്ട് മൈ ജ്വല്ലറി ഓർഗനൈസേഷൻ. വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അപ്പോൾ ശരി, ബൈ.